ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു അടിപൊളി കടലക്കറി ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാൻ ഇന്നലെ വൈകുന്നേരം കുറച്ച് കടല വെള്ളത്തിലിട്ടു. ഇനി നമുക്കതൊരു കഴുകി വാരി കുക്കറിലിട്ടിട്ട് ഒരു 4-5 വിസിൽ വരുന്നവരെ വേവിക്കണം. അപ്പോൾ കഴുകി വാരി കുക്കറിലിടാം. അപ്പോൾ കടല കഴുകി കുക്കറിലിട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു സവോളയും 2 പച്ചമുളകും കൂടി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് ആവശ്യത്തിനെല്ലാം ചേർത്ത് പാകത്തിന് വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് വേവിക്കാം. നമ്മുടെ കടല വേകുമ്പോഴേക്ക് നമുക്ക് ഒരു മുറി തേങ്ങയുടെ പാലെടുത്ത് വയ്ക്കാം. അപ്പം നമ്മളെ കടലയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ല വെന്ത കടലയായിട്ടുണ്ട്, പാകത്തിന് വെള്ളമുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ തേങ്ങാപ്പാൽ റെഡിയാക്കി വെച്ചു. പാൻ അടുപ്പത്ത് വെച്ചു. ചൂടായ പാനിലേക്ക് എണ്ണ ഒഴിക്കുകയാണ്. ഇനി കടുക് ഇട്ട് പൊട്ടിക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരണം. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. മൂത്ത് വരുമ്പോഴേക്ക് നമുക്കിതിലേക്ക് കുറച്ച് ചെറിയുള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ 1 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഗരം മസാലപ്പൊടി. സ്റ്റൗവ് സിമ്മിൽ വയ്ക്കണം, ഇതിന് കരിഞ്ഞു പോകും. നന്നായിട്ട് ചൂടായി എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ നമുക്ക് കടലക്കറിയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളത് കടലക്കറി നന്നായിട്ട് കുറുകി വന്നു. സ്റ്റൗ ഓഫ് ചെയ്തു. പുട്ടിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല കടലക്കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.